കോൺഗ്രസ് നേതാവ് കമൽനാഥിന്റെ മകൻ നകുൽനാഥ് സമൂഹമാധ്യമങ്ങളിൽ നിന്ന് കോൺഗ്രസ് ഒഴിവാക്കി. കമൽനാഥും സംഘവും ബി.ജെ.പിയിലേക്ക് എന്ന വാർത്തകൾ സജീവമായിരിക്കെയാണ് നകുൽനാഥിന്റെ നീക്കം. ഇതിനിടെ കമൽനാഥ് ദില്ലിയിലെത്തി തിങ്കളാഴ്ച ബി.ജെ.പി നേതാക്കളെ കാണുമെന്നാണ് അഭ്യൂഹം. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് ജിൽബി തോംസൺ ചേരുകയാണ്. ജിൽബി, അഭ്യൂഹങ്ങൾ ശക്തമാകുന്നതിനിടെയാണ് ഇത്തരത്തിൽ നകുൽനാഥിന്റെ നീക്കം ഉണ്ടായിരിക്കുന്നത്. വീണ്ടും ഒരു കൂടുവിട്ട് കൂടുമാറ്റം പ്രതീക്ഷിക്കേണ്ടതല്ലേ? മുതിർന്ന കോൺഗ്രസ് നേതാവും മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയുമായ കമൽനാഥ് ബി.ജെ.പിയിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇന്ത്യ സഖ്യമുന്നണികളെയും കോൺഗ്രസ് നേതാക്കളെയും ഒക്കെ എൻ.ഡി.എ പാളത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കം ബി.ജെ.പി സജീവമാക്കുകയും ചെയ്തിരുന്നു. ഇതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ കമൽനാഥിന്റെ മകൻ നകുൽനാഥ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നും അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലെ ബയോയിൽ നിന്നും കോൺഗ്രസ് ഒഴിവാക്കിയിരിക്കുന്നത്. അത് തന്നെ ഇത്തരത്തിൽ ബി.ജെ.പിയിലേക്കുള്ള ഒരു സൂചന നൽകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതിനിടെ ഇപ്പോൾ കമൽനാഥ് ദില്ലിയിൽ എത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ബി.ജെ.പിയിലേക്ക് ചേരുമെന്നുള്ള ഈ അഭ്യൂഹങ്ങളൊക്കെ ശക്തമാകുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഈ ദില്ലിയിലെ സന്ദർശനം. അതിനാൽ തന്നെ തിങ്കളാഴ്ച ബി.ജെ.പി നേതാക്കളുമായിട്ട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുമെന്നുള്ള ഒരു അഭ്യൂഹം നിലനിൽക്കുന്നു. ഒപ്പം ഈ കമൽനാഥ് ബി.ജെ.പിയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഒപ്പം നിരവധി എം.എൽ.എമാരും ഏകദേശം 12 കോൺഗ്രസ് എം.എൽ.എമാരും കമൽനാഥിനൊപ്പം ബി.ജെ.പിയിൽ ചേരുമെന്നുള്ള സൂചനകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷെ അതേസമയം കമൽനാഥുമായി സംസാരിച്ചുവെന്നും അതുപോലെ തന്നെ നെഹ്റു ഗാന്ധി കുടുംബത്തോടൊപ്പം രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച വ്യക്തിയാണ് കമൽനാഥ്. അതിനാൽ ആ വ്യക്തി കോൺഗ്രസ് വിട്ടുപോകുമെന്ന് പ്രതീക്ഷിക്കാനാവില്ല എന്ന് ദിഗ്വിജയ് സിംഗ് ഇതിനിടെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസ് നേതാവ് മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന കമൽനാഥ് ഇപ്പോൾ ബി.ജെ.പിയിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾ ഏതായാലും ശക്തമായിരിക്കുകയാണ്. എന്തായാലും ഈ പശ്ചാത്തലത്തിൽ ഇപ്പോൾ കമൽനാഥ് ദില്ലിയിൽ എത്തിയിട്ടുണ്ട്. ബി.ജെ.പി നേതാക്കളുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തുമെന്നുള്ള സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. അഞ്ജന. ജിൽബി തോംസൺ ആണ് വിവരങ്ങൾ നൽകിയത്.